നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ പരിശോധിക്കാം. ടോപ്പ് ഹെഡ്സ്. ഭാരതാംബ ചിത്രത്തെ ചൊല്ലി കേരള സർവകലാശാല സെനറ്റിലും പുറത്തും വൻ സംഘർഷം. ഗവർണർ പങ്കെടുക്കുന്ന സ്വകാര്യ പരിപാടിയിൽ പ്രതിഷേധവുമായി SFIയും KSUവും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്. രജിസ്ട്രാറും പോലീസും ആവശ്യപ്പെട്ടിട്ടും ചിത്രം എടുത്തുമാറ്റാതെ സംഘാടകർ. പരിപാടി റദ്ദാക്കിയെന്ന് രജിസ്ട്രാർ അറിയിച്ചതിന് പിന്നാലെ വേദിയിലെത്തി ഗവർണർ. ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഭാരതാംബ ഏത് മതചിഹ്നമാണെന്ന ചോദ്യവുമായി ഗവർണർ. ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നതിൽ ഗവർണർ നിലപാട് അറിയിക്കാൻ സർക്കാർ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. ഗവർണർക്ക് കത്ത് നൽകും. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് സർക്കാർ. മറ്റു ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധം. തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തം. ആശങ്കയേറ്റി വയനാട് വനറാടി എസ്റ്റേറ്റിൽ മണ്ണിടിച്ചൽ. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കനത്ത മഴയിൽ പുന്നപ്പുഴയിൽ നീരൊഴുക്ക് ശക്തം. ചൂരൽമലയിലും മുണ്ടക്കയിലും ജാഗ്രതാ നിർദ്ദേശം. മഴക്കാല മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെന്നാരോപിച്ച് പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഒരു മരണം. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വയനാട്, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലപ്പുറം മുണ്ടേരിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. മരിച്ചത് വാണിയമ്പുഴ ഉന്നതിയിലെ ബില്ലിയെ കാട്ടാന ആക്രമിച്ചത് മുണ്ടേരി ഫാമിനുള്ളിൽ വച്ച്. 3, 2, 1, ignition. And lift off. For 3 nations, a new chapter in space takes flight. Godspeed AX4. കാത്തിരിപ്പിനൊടുവിൽ ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശത്തേക്ക് ആക്സിയം 4 ദൌത്യം വിജയകരമായി വിക്ഷേപിച്ചു. ആദ്യ 2 ഘട്ടങ്ങളും വിജയകരം. സംഘം നാളെ വൈകിട്ട് ബഹിരാകാശ നിലയത്തിൽ എത്തും. ശുഭാംശു ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഇറാൻ-ഇസ്രയേൽ സംഘർഷത്തിന് വിരാമം. ടെഹ്റാനിൽ തെരുവിൽ ആഘോഷിച്ച ജനങ്ങൾ. ഇന്നലെ രാത്രി മുതൽ ഇരു രാജ്യങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടായില്ല. ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടി താൽക്കാലികമായി നിർത്തി ഇന്ത്യ. ഇറാൻ വ്യോമപാത തുറന്നു.